കാലാവസ്ഥാ വ്യതിയാനമടക്കമുള്ള പ്രതികൂല സാഹചര്യങ്ങൾ ദേശാടന ശുദ്ധജല മത്സ്യങ്ങളുടെ ആവാസ വ്യവസ്ഥ തകരുന്നതായി റിപ്പോർട്ട്. ഇത്തരം മത്സ്യങ്ങളുടെ എണ്ണം 80% കുറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 1970 മുതൽ ലോകത്തെ എല്ലാ മേഖലകളിലും ദേശാടന ശുദ്ധജല മത്സ്യങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്നതായാണ് റിപ്പോർട്ട് പറയുന്നത്. തെക്കേ അമേരിക്കയിലും കരീബിയയിലും ദേശാടന മത്സ്യങ്ങൾ ഇല്ലാതാവുന്നതിന്റെ തോത് കൂടുതലാണ്. ഇവിടങ്ങളിൽ 50 വർഷത്തിനിടെ ഈ ഇനങ്ങളുടെ ലഭ്യത 91% കുറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല മത്സ്യങ്ങളുടെ കുടിയേറ്റം ഈ പ്രദേശത്തുണ്ട്. എന്നാൽ അണക്കെട്ടുകളും ഖനനവും മനുഷ്യർ വെള്ളം വഴിതിരിച്ചുവിടുന്നതും നദീതട ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കുകയാണ്. യൂറോപ്പിൽ ദേശാടന ശുദ്ധജല മത്സ്യങ്ങളുടെ എണ്ണം 75% കുറഞ്ഞതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ദേശാടന ശുദ്ധജല മത്സ്യങ്ങൾ ഭാഗികമായോ പ്രത്യേകമായോ ശുദ്ധജല സംവിധാനങ്ങളെ ആശ്രയിക്കുന്നവയാണ്. ചിലത് കടലിൽ ജനിച്ച് ശുദ്ധജലത്തിലേക്ക് കുടിയേറുന്നവയും. ദേശാടന ശുദ്ധജല മത്സ്യങ്ങൾക്ക് ചില സന്ദർഭങ്ങളിൽ മുഴുവൻ ഭൂഖണ്ഡങ്ങളെയും ചുറ്റി സഞ്ചരിക്കാനും സാധിക്കും. പിന്നീട് ഇവർ ജനിച്ച അരുവിയിലേക്ക് തന്നെ തിരിച്ചെത്തുകയാണ് പതിവ്. അണക്കെട്ടുകളുടെയും തടയണകളുടെയും നിർമ്മാണം കാരണം പല നദികളുടെയും സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെടുന്നത് ഈ ജീവിവർഗങ്ങളുടെ കുടിയേറ്റത്തെ തടയുകയാണ് ചെയ്യുന്നത്. വ്യവസായശാലകളിൽ നിന്നുള്ള മലിനീകരണം, റോഡുകളിൽ നിന്നും കൃഷിയിടങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്ന മലിനജലം എന്നിവയും ഇത്തരം ദേശാടന മത്സ്യങ്ങളുടെ ആവാസ വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുകയാണ്. കാലാവസ്ഥാ വ്യതിയാനവും ആവാസ വ്യവസ്ഥയും ശുദ്ധജല ലഭ്യതയെയും താളം തെറ്റിക്കുന്നുണ്ട്. അശാസ്ത്രീയമായ മീൻപിടുത്തമാണ് മറ്റൊരു പ്രധാന ഭീഷണി. നദികളുടെ സ്വാഭാവിക ഒഴുക്ക് പുനഃസ്ഥാപിക്കുന്നതിലും കൃത്യമായ നിരീക്ഷണവും മലിനീകരണം കുറയ്ക്കലും അശാസ്ത്രീയമായ മീൻപിടുത്തം നിയന്ത്രിക്കലുമാണ് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാനുള്ള മാർഗമെന്ന് നിരീക്ഷണങ്ങൾ വിലയിരുത്തുന്നുണ്ട്. അതായത് ലോകമെമ്പാടുമുള്ള അണക്കെട്ടുകൾക്ക് പകരം സൗരോർജ്ജ ബദലുകൾ അടക്കം കണ്ടെത്തേണ്ടതുണ്ടെന്നും ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞ വർഷം 15 യൂറോപ്യൻ രാജ്യങ്ങളിലെ 487 തടയണകൾ നീക്കം ചെയ്തിരുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.